ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ബെറ്റർ മീ ജംഷി ഹുസൈൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന നല്ല അടിപൊളി കഫ്താനാണ് കേട്ടോ. കഫ്താൻ ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഹെവി റയോണിലാണ്. പക്ഷേ ഹെവി റയോൺ അല്ല, ഇത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. ഇതിൽ പ്യുവർ കോട്ടൺ അതുപോലെ നാച്ചുറൽ പ്രിന്റ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെ വെച്ചാൽ ആദ്യമായിട്ട് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടു, അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുകൊണ്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും പർച്ചേസ് ചെയ്യുകൊണ്ടു. ഇവിടെ സ്ക്രീനിൻ്റെ നമ്പർ ഉണ്ട്, സ്ക്രീൻഷോട്ട് കൂടിയ അവൈലബിൾ ആണെങ്കിൽ പ്രൊഡക്റ്റ് എടുക്കാം. നമ്മുടെ സർവീസ് എല്ലാ ഭാഗത്തോട്ടുണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവില്ല, അത് പ്രത്യേകം നോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ചില കസ്റ്റമേഴ്സ് ഇപ്പോഴും പറയുന്നുണ്ട് കിട്ടിക്കഴിഞ്ഞിട്ട് ക്യാഷ് എന്നാ പോരെയെന്ന്. അത് ക്യാഷ് ഓൺ ഡെലിവറി അത് അവൈലബിൾ അല്ല കേട്ടോ. ഓക്കെ, പിന്നെ കളർ വേരിയേഷൻ ഉണ്ടാവും, മേ ബി ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ജസ്റ്റ് കളർ ഒന്ന് ചോദിച്ചു നോക്കാം. പിന്നെ എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂോ ഇനിയിപ്പോൾ ഐറ്റം എങ്ങാനും മാറിപ്പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ റിട്ടേൺ ഉണ്ട് കേട്ടോ. എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അയക്കാനുള്ള ഷിപ്പിംഗ് ചാർജ് വരെ ഞാൻ തരുന്നുണ്ട്. സോ ഒരു പേടിയും പഠിക്കാതെ ധൈര്യമായിട്ട് പ്രൊഡക്റ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നീട്ടി വലിക്കുന്നില്ല, പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. പ്രൈസ് വരുന്നത് നമ്മുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് തന്നെയാണ്. പ്യുവർ കോട്ടൺ ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു 300 രൂപയ്ക്ക് റീറ്റെയിൽ പ്രൈസ് വരുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 250 രൂപയാണ്. 2 പീസ് എടുക്കുന്നുണ്ടെങ്കിൽ 500 രൂപ ഫ്രീ ഷിപ്പ് ആയിരിക്കും കേട്ടോ. അതായത് ഒരു പീസിന് 250, 2 ഉണ്ടെങ്കിൽ 500 രൂപ. DTDC ആണ് ഫ്രീ ഷിപ്പ്. പോസ്റ്റിലാണെങ്കിൽ എക്സ്ട്രാ 30 രൂപ ചാർജ് വരും. ഓക്കെ, ഔട്ട് ഓഫ് കേരള പോസ്റ്റിൽ അയക്കാൻ പറ്റുള്ളൂ, അപ്പോഴും 30 രൂപ എക്സ്ട്രാ ചാർജ് വരും കേട്ടോ. ഒരു പീസ് 2 പീസ് എടുക്കണം കേട്ടോ ഫ്രീ ഷിപ്പ് ഉള്ളത്. DTDCക്ക് ഫ്രീ ഷിപ്പ് ഉള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു നല്ലൊരു അജ്രക് പ്രിന്റ് ആണ്, നല്ലൊരു മെറൂൺ ഷെയ്ഡാണ്. ഇതിൻ്റെ ഒരു നെക്ക് ഉണ്ടല്ലോ, ഒന്നും ഫീഡിങ് അല്ല കേട്ടോ, ഒന്നിനും സിബ് വരുന്നില്ല, പ്രത്യേകം നോട്ട് ചെയ്തോളൂ. കിട്ടിക്കഴിഞ്ഞിട്ട് ഫീഡിങ് അല്ലാന്ന് കംപ്ലീറ്റ് പറയുന്നത്. ഒരു വി നെക്കാണ്. സൈസൊക്കെ ഞാൻ ഇവിടെ സൈഡിൽ പാറ്റേൺസ് മാറുന്നതിനനുസരിച്ച് ഞാൻ ഇവിടെ സൈഡിൽ മെഷർമെന്റ് കൊടുത്തിട്ടുണ്ട്. കാരണം ലെങ്ത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്തെടുത്തോളൂ കേട്ടോ. ലാസ്റ്റ് ഇനി കിട്ടിക്കഴിഞ്ഞിട്ട് ലെങ്ത്തിന്റെ ഇഷ്യൂ പാടില്ലല്ലോ. നല്ല അടിപൊളി മാക്സിയാണ് കേട്ടോ. സ്ലീവ് എത്ര വരുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അധികം സ്ലീവ് ഉണ്ടാവില്ല, ഇത്ര കേട്ടോ സ്ലീവ് വരുന്നത്. അതായത് ഹാഫ് സ്ലീവ് ഇത്രയാണ് സ്ലീവ് വരുന്നത് കേട്ടോ. അധികം കഫ്താനിക്ക് ഇത്ര തന്നെ സ്ലീവ് വരുള്ളൂ. സ്ലീവ് ഇഷ്യൂ ഉള്ളവർ താഴെ നമ്മളൊരു ഇന്നർ ഉണ്ടല്ലോ, ആ ബായ്ക്കൊക്കെ താഴെ ഇടുന്ന സ്ലീവ് മാത്രമല്ല, അത് യൂസ് ചെയ്താൽ മതി. കണ്ടല്ലോ, ഇങ്ങനെയാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. 300 രൂപക്ക് റീറ്റെയിൽ പ്രൈസ് വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. 250 രൂപക്ക് തരുന്ന അത് 2 പീസ് എടുത്ത ഫ്രീ ഷിപ്പ് ഉണ്ട്. ഇത് ഈ ഒരു കഫ്താൻ്റെ ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാലേ റൗണ്ട് ആയിട്ടാണ് കേട്ടോ. ബാക്കിലൊക്കെ വരുന്നുണ്ട്, ഫുൾ ആയിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇട്ടതിന് നല്ല ഭംഗി ഉണ്ടാവും. കണ്ടല്ലോ, ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് മോഡല് ഇതാണ്. ഫ്രീ സൈസാണ്, പക്ഷെ എങ്കിലും ഒരു 56 സൈസുള്ളവർ എടുത്താൽ മതി കേട്ടോ, എങ്കിൽ ആ ഒരു ഭംഗിക്ക് നിൽക്കത്തുള്ളൂ. നെക്സ്റ്റ് ഇതിന്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിവർത്തുന്നില്ല, ഞാൻ ഇങ്ങനെ പാറ്റേൺസ് കാണിച്ചു തരാം. കാരണം സെയിം ആണല്ലോ ഐറ്റം. ഇനിയിപ്പോൾ നിവർത്തിയിട്ട് ഇതിൻ്റെ പ്രത്യേകം ഭംഗി അറിയാനില്ല. ഓൾറെഡി നിങ്ങൾ കണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഡാർക്ക് ബ്രൗൺ ആണ്, ഒരു പർപ്പിൾ പോലെ തോന്നുന്നത് ഡാർക്ക് ബ്രൗൺ ആണ്. പിന്നെ സ്റ്റോക്ക് ഉള്ളത് അതിൻ്റെ നല്ലൊരു നേവി ബ്ലൂ ആണ്. നല്ല അടിപൊളി പ്രിൻ്റാണ്. സ്പെഷ്യൽ ഓഫറാണ്. ഈ ഒരു പ്രൈസിനൊന്നും കിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളെ പോലെ കൊടുക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ 250 രൂപ. 4 ഷെയ്ഡ് ഉണ്ട്. നേവി ബ്ലൂ ഉണ്ട്, ബ്രൗൺ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ദെൻ മെറൂൺ ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ എടുത്തോളൂ കേട്ടോ. നെക്സ്റ്റും അജറക് പ്രിന്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കുന്ന എല്ലാ പാറ്റേൺസും അജറക് പ്രിന്റ് ആണ് കേട്ടോ. ഈ പ്രിന്റിലൊക്കെ നമ്മൾ മാക്സി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നോർമൽ മാക്സി. അപ്പോൾ അതിലാണ് അജറക് പ്രിന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. കണ്ടല്ലോ, പ്രിന്റ് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ കഫ്താൻ ഇടില്ല എന്നുണ്ടെങ്കിൽ കഫ്താൻ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് സെൻഡ് ചെയ്തോളൂ കേട്ടോ. ഇത് പെട്ടെന്ന് പോവില്ല കേട്ടോ, പെട്ടെന്ന് പോകുന്ന പ്രിന്റ് ഒന്നുമല്ല. കാരണം ഈ ഒരു പാറ്റേൺ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, എൻ്റെ പോയിട്ടില്ല. പിന്നെ ചിലത് നമ്മൾ വാഷ് ചെയ്യുന്നതിനനുസരിച്ചൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ബാക്കിലൂടെയൊക്കെ ഈ ഒരു വള്ളി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രിന്റ് ഉണ്ടല്ലോ, ഇങ്ങനെയാണ്. ഷെയ്ഡ് വരുന്നത് ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ. മെഷർമെന്റ് ഞാനിത് സൈഡിൽ ആദ്യം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓരോന്നിൻ്റെ. അപ്പോൾ ലെങ്ത്ത് നോക്കിയെടുക്കുക കേട്ടോ. ഷെയ്ഡ്സ് ഞാൻ കാണിച്ചു തരാം. നല്ലൊരു ഗ്രീന് വരുന്നുണ്ട്, നെക്കിൽ ഇങ്ങനെ ഒരു ലൈസ് ഉണ്ട് കേട്ടോ. പിന്നെ അത് അതിൻ്റെ നല്ലൊരു മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ ഇത് അടുത്ത പാറ്റേൺ ആണ് കേട്ടോ. ഇത് സിംഗിൾ പീസിലാണ് വന്നിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഐറ്റം വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. അപ്പത്തിന് നമുക്കിത് കുറച്ച് പീസ് ഹോൾസെയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലതൊക്കെ സെറ്റ് കൂട്ടി. ഇതിൽ ഹോൾസെയിൽ ഇല്ല കേട്ടോ. ഈ ഒരു പാറ്റേൺസിൽ റീറ്റെയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ടല്ലോ, ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ബാക്ക് സൈഡ് സെയിം പ്രിൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ബാക്ക് സൈഡ് കാണിക്കാതെ കേട്ടോ. ലെങ്ത്തൊക്കെ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലെങ്ത്ത് ശ്രദ്ധിച്ച് എടുത്തോളൂ കേട്ടോ. ഇനി അടുത്തതും തന്നെ സിംഗിൾ ഇതാണ് കേട്ടോ, പ്രിൻ്റാണ് കേട്ടോ. അതായത് ഇതിൽ വേറെ കളേഴ്സ് ഒന്നുമില്ല, ഇതിൻ്റെ കളേഴ്സൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയെന്ന് പറയുമ്പോൾ നല്ല മൂവിങ്ങുള്ള പ്രിൻ്റായിരുന്നു. അതുകൊണ്ടാണ് കളറ് പൊട്ടിപ്പോയത്, ഐ മീൻ ചാർട്ട് പൊട്ടിപ്പോയിട്ട് ബാലൻസ് ആയത് കേട്ടോ.
ഇതിൽ പീസ് ഉണ്ടാവും, പക്ഷെ വേറെ കളേഴ്സ് ഉണ്ടാവില്ല എന്നുള്ളൂ. നെക്സ്റ്റ് ഇതേ അജറക് പ്രിന്റ് തന്നെയാണ് കേട്ടോ. കണ്ടല്ലോ, ഇതാണ് പ്രിന്റ് വരുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, പ്രിന്റ് മാറിപ്പോകൊന്നും വേണ്ട. പിന്നെ കളറ് പോകുന്നുള്ള ഡൗട്ട് ആയിരിക്കും അടുത്ത് ഉണ്ടാവുക. പ്യുവർ കോട്ടൺ ആകുമ്പോൾ ഫസ്റ്റ് വാഷിൽ മേ ബി കളറ് ജസ്റ്റ് ഒന്ന് പോയേക്കാം, പിന്നെ പോവില്ല കേട്ടോ. നന്നായിട്ട് ഈട് നിൽക്കും, ഗ്യാരണ്ടി തരാം. 250 എടുത്താൽ അത്രത്തോളം നിങ്ങൾക്കത് ഓഫറായിരിക്കും കേട്ടോ. ഇതിനിപ്പോൾ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഇട്ടാലും നിങ്ങൾക്ക് ലാഭം തന്നെയാണ്, നഷ്ടമൊന്നുമില്ല. നെക്സ്റ്റ് ഇതേ ഈ ഒരു പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ കളേഴ്സേ കുറച്ച് പണിയാണ് പറഞ്ഞുതരാൻ. ഇതൊരു ബ്രൗണും പർപ്പിളോ തോന്നുന്നു കേട്ടോ, കറക്റ്റായിട്ട് മനസ്സിലാവില്ല ചില ഷെയ്ഡ്സ്. പ്രിൻ്റ് നോക്കൂ, പ്രിൻ്റ് എല്ലാം ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, അടിപൊളി പ്രിൻ്റാണ്. എല്ലാം ഫുള്ളായിട്ട് ഈ ഒരു സംഭവം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫീഡിങ് വേണ്ടവരുണ്ടല്ലോ, ഇതിന് എക്സ്ട്രാ നിങ്ങളൊരു കട്ടിങ് കൊടുത്ത് സിബ് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് സ്റ്റിച്ചിങ് അറിയാവുന്ന ആൾക്കാരെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവരത് ഉഷാറാക്കി തരും. അപ്പം നിങ്ങൾ പറയുന്ന എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടിയെന്ന് അത് വേണ്ടി വരും. അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ സുഖമായിരിക്കും. നെക്സ്റ്റ് കണ്ടാൽ ഇത് നിവൃത്തി കാണിക്കാം കേട്ടോ, കാരണം പല കളേഴ്സും ആയതുകൊണ്ട് ഇതിൻ്റെ ഭംഗി ഡിഫറെൻ്റ് ആയിരിക്കും. ഈ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്നതുകൊണ്ടേ ഇത് നിവൃത്തിയാലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുക, അല്ലാതെ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. നെക്സ്റ്റ് ഇത് നല്ലൊരു പീക്കോ ബ്ലൂ ആ തോന്നുന്നു കേട്ടോ, അതിലാണ് വന്നിട്ടുള്ളത്. കണ്ടല്ലോ, അടിപൊളി പ്രിൻ്റാണ് കേട്ടോ. ഇതിലൊക്കെ അത്യാവശ്യം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, കാരണം ഈ പീസൊക്കെ എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുള്ള പീസാണ്. പിന്നെ ഇത് നല്ലൊരു ഇതൊക്കെ കളർ കണ്ടല്ലോ, കറക്റ്റായിട്ട് പറയാൻ അറിയുന്നില്ല കേട്ടോ, കാരണം ഇതിൻ്റെ ബേസ് ചെയ്ത കളർ നമുക്ക് അറിയുന്നില്ല. ബ്ലാക്ക് ആണോ അതോ നേവി ബ്ലൂ ആണോ ഇങ്ങനെയൊന്നും മനസ്സിലാവണില്ല കറക്റ്റ്. ഇങ്ങനെയാണ് കേട്ടോ, ഇതിന് പ്രിന്റ് മനസ്സിലായല്ലോ. ഇനി അടുത്ത പ്രിന്റ് കാണിക്കാം കേട്ടോ. അടുത്ത പ്രിന്റ് അജറക്കല്ല, അജറക്ക് ഇഷ്ടമില്ലാത്ത കൂട്ടുകാരെടുത്തോളൂ കേട്ടോ. നല്ല ഭംഗിയുള്ള പ്രിന്റാണ്, കണ്ടല്ലോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും. എക്സ്ട്രാ ഇങ്ങനെ നീട്ടി വിവരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല ഭംഗിയുള്ള പ്രിന്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഇത് വന്നിട്ട് ഇതൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ സിംഗിൾ സ്റ്റിച്ചാണ്, അപ്പം നിങ്ങളൊരു സ്റ്റിച്ചും കൂടി കൊടുത്തോളുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുവേ. ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് കേട്ടോ, കണ്ടല്ലോ. ഇതൊന്നും പ്രിന്റ് പോവില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ഉണ്ട്, ഇത് ഞാൻ നിർത്തി കാണിക്കാം കേട്ടോ, കാരണം മറ്റേതൊന്നും പറഞ്ഞ് നിവർത്തി കാണിക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. പക്ഷെ ഇതെനിക്ക് ഒന്നും നിവർത്തി കാണിക്കുകയായിരിക്കും ഭംഗിയെന്ന്. ഇത് ഇങ്ങനെയാണ്. ഇത് റൗണ്ടായിട്ട് ഉണ്ടോ? ഇത് റൗണ്ടായിട്ടില്ല കേട്ടോ, അറിയുന്നില്ല റൗണ്ടായിട്ടുണ്ടോ. അത് റൗണ്ടായിട്ടുണ്ട്, ബാക്കിലും ഉണ്ട് കേട്ടോ. കണ്ടല്ലോ, ഇങ്ങനെ ഹാഫായിട്ടാണ് സ്റ്റിച്ച് വന്നിട്ടുള്ളത് ഫ്രണ്ടിലും ബാക്കിലും, അതുകൊണ്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. കണ്ടല്ലോ, നെക്സ്റ്റ് അതിൻ്റെ അടുത്ത പീക്കോ ബ്ലൂ ആണ് കേട്ടോ കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത്. ഇതിൽ 4 കളർ ചാർട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ 3 ഉള്ളൂ. ഇത് സെയിലായി തോന്നുന്നു. നെക്സ്റ്റ് ഇതാണ് കേട്ടോ, അതിലൊരു കളർ ചാർട്ടും കൂടി, ഒരു കളറും കൂടി ഉണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നു കളറെന്ന് എനിക്ക് വലിയൊരു ഓർമ്മയില്ല. പിന്നെ അടുത്തൊരു പ്രിൻ്റാണ് കേട്ടോ. ഈ പ്രിൻ്റൊക്കെ ഭംഗിയുണ്ട് കാണാനേ, കണ്ടല്ലോ, നല്ല അടിപൊളി പ്രിൻ്റാണ് കേട്ടോ. ലൈറ്റ് കോഫി ബ്രൗൺ ആണ്. 2-3 പീസൊക്കെ എടുത്തോളൂ, കാരണം ഇത് കഴിഞ്ഞാൽ കഫ്താൻ മാക്സിന് പെട്ടെന്ന് റീസ്റ്റോക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ പെട്ടെന്ന് ഓർഡർ വന്നോളൂ. നെക്സ്റ്റ് അതിൻ്റെ നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ്. പിന്നെ അതിൻ്റെ ഒരു ഗ്രീൻ ഉണ്ട്, 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. വീണ്ടും പറയാണ്, പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള കോട്ടൺ ആണ്, ലോക്കൽ ഫാബ്രിക് ഒന്നുമല്ല. നല്ല ഹെവി മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ കോട്ടണിൽ. അതായത് കോട്ടനാന്ന് കേട്ടിട്ട് ലോക്കലൊക്കെ വരും, ഇത് ലോക്കലൊന്നുമല്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ പ്രൈസ് നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി കുറച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡാണ് നല്ലൊരു പിക്കപ്പ്. ഓക്കെ, അപ്പോൾ ഓരോ പാറ്റേണിൻ്റെ മെഷർമെൻറ്റ് ഞാൻ സൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളത് ചെക്ക് ചെയ്തെടുത്തോളൂ. എല്ലാം ഫ്രീ സൈസ് ആണെങ്കിലും 56 സൈസ് ഉള്ളവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഭംഗി കിട്ടുക കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ. കാരണം ഒരുപാടൊരു വലിയ അത്യാവശ്യം തടിയുള്ള ആൾക്കാരാകുമ്പോൾ ഇതിങ്ങനെ ഇറുക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടത്തില്ല. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നു പർച്ചേസ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഏതാണ് ഐറ്റം എന്ന്.